ആമേൻ. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വേഗത്തിൽ ഒരു വചനം എടുത്താട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം വേഗത്തിൽ ഒരാൾ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട്, ദേശത്തോട്, അഭിഷിക്തന്മാരോട്, ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നൊരു ദൈവശബ്ദം. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ആമേൻ. ഇനി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് പറയാൻ കഴിയാമോ? ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ആമേൻ. ഈ സമയം, ഈ ടൈമിൽ ദേശത്തിനകത്ത്, സഭകൾക്കകത്ത് ആമേൻ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയാം, ദൈവവചനം പ്ലസ് ശക്തി. ആമേൻ. ദൈവവചനം വെറും അറിവ് മാത്രമായിട്ടിരിക്കുകയല്ല, അതിനപ്പുറം ദൈവവചനം എന്താണോ പ്രസംഗിക്കുന്നത് അതിൻ്റെ ശക്തിയും കൂടെ വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. രോഗസൗഖ്യത്തെക്കുറിച്ചാണോ പ്രസംഗം, രോഗസൗഖ്യമുണ്ടാകും. ഭൂതങ്ങളെക്കുറിച്ചുള്ള സന്ദേശമാണോ പറയുന്നത്, ഭൂതശാന്തിയെക്കുറിച്ചുള്ളതാണോ, എന്നാൽ ഭൂതങ്ങൾ പുറത്താകും. ഗ്ലോറിയെക്കുറിച്ചുള്ള മെസ്സേജാണോ, എന്നാൽ ഗ്ലോറി അത് മാനിഫെസ്റ്റ് ആകും. ഈ ടൈം എന്ന് പറയുന്നത് വലിയ മാനിഫെസ്റ്റേഷന്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ അച്ഛാ, ആൻറ്റി, ഈ സമയം ചുമ്മാ ഏതെങ്കിലും ഒരു സമയമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായി ഇടപെട്ട ഒരു ദൈവിക സന്ദേശമാണ് ഞാൻ ഈ അറിയിക്കുന്നത്. ഇങ്ങനെ വചനം, ആരുടെ വചനം? കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ നടക്കണം? കർത്താവിൻ്റെ വചനം വേണം, അതിനോടൊപ്പം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടണം. അതെ, ഹല്ലേലൂയ. ഏലിയാവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ പോരാ, ഏലിയാവ് പ്രസംഗിച്ചത്, ഏലിയാവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഏലിയാവിന് അവിടെ ഏലിയാവിൽ കൂടെ ദൈവം ചെയ്ത അതേ പ്രവൃത്തിയെ ഈ സീസണിൽ മാനിഫെസ്റ്റ് ചെയ്യണം. ആമേൻ. അപ്പോസ്തലന്മാർ ഇറങ്ങി നടക്കുമ്പോൾ അവരുടെ നിഴല് തട്ടി സൗഖ്യമായെന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയല്ല, അതിനപ്പുറം നാം ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ നിഴലും തട്ടി അവർ സൗഖ്യം പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവനെ പരിശുദ്ധാത്മാവിനാലും, എന്താ പരിശുദ്ധാത്മാവിനാലും തീയാലും പറഞ്ഞേ. നമ്മെ എങ്ങനെ സ്നാനം കഴിപ്പിക്കുന്ന പറഞ്ഞേ? പരിശുദ്ധാത്മാവിനാലും. ആമേ. പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കൽപ്പിക്കും. അങ്ങനെയെങ്കിൽ ഈ കേൾക്കുന്ന മെസ്സേജ് അതുപോലെ വെളിപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനാലും നിന്നെ ദൈവശക്തിയാകുന്ന തീയാലും അഭിഷേകം ചെയ്യാ. ഓ ആമേൻ. ഹല്ലേലൂയ. കേവലം പ്രസംഗത്തിനകത്ത് ഇരിക്കുന്ന സമയമല്ല കേട്ടോ. ഇന്ത്യൻ സഭകളുടെ ലെവൽ ചേഞ്ച് ആകാൻ പോവുകയാണ്. കേരള സഭകളുടെ ലെവൽ ചേഞ്ച് ആകാൻ പോവുകയാണ്. പ്രസംഗം പ്രസംഗിച്ച് 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 വെറും അക്ഷരത്തിൻ്റെ പഴക്കത്തിലിരിക്കുകയല്ല, കേവലം അക്ഷരം കൊണ്ട് മനുഷ്യരെ കൊല്ലുകയല്ല, അതിനപ്പുറം ആത്മാവിൻ്റെ പുതുക്കത്തിൽ ഓ എന്താണോ പ്രസംഗിക്കുന്നത് അത് മാനിഫെസ്റ്റ് ആകാൻ പോവുകയാണ്. ഓ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് ക്രൂശിച്ചു. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുകയും മരിച്ചടക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിനപ്പുറമായി ആമേൻ 120 പേർ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരിക്കുകയാണ്. ആമേൻ. മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ഇറങ്ങി ഒരു പ്രസംഗം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിനകത്ത് ആദ്യത്തെ ഭാഗം നസ്രേനായ യേശു രോഗികളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കി എന്ന മെസ്സേജും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അടുത്ത വചനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ ഗർഭം മുതൽ മുടന്തനായ ഒരു സാധ്യതയില്ലാത്ത ഒരുവന്റെ ലൈഫിനെ അത്ഭുതകരമായ രോഗശാന്തിയെ നൽകിക്കൊണ്ട് ആ വചനത്തെ തെളിയിക്കുകയാണ്. Praise God. Hallelujah. ഈ സീസൺ,
കേവലം പ്രസംഗത്തിനകത്ത് ഇരിക്കത്തില്ല. ഓ പ്രൈസ് ദി ലോർഡ്. ഈ സീസണിൽ കേവലം എന്തെങ്കിലും പറഞ്ഞ് ആമേൻ ജനത്തെ ഒന്ന് കൈയടിപ്പിച്ചിട്ട് വിടുകയല്ല. അതിനപ്പുറം എന്താണോ പ്രസംഗിക്കുന്നത് അത് മാനിഫെസ്റ്റായി അത് പറക്കാൻ പോവുകയാണ്. അത് ദേശത്തിൽ പറക്കാൻ പോവുകയാണ്. ഓ ജീസസ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ സമയം അങ്ങനത്തെ സമയം കേട്ടോ. അതിൻ്റെ ഇവിടെ നിന്ന് ഞങ്ങൾ രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗം പറയാൻ വേണ്ടി വന്ന് നിൽക്കുന്നതല്ല. ഞങ്ങൾ രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിക്കും, അതിനോടൊപ്പം ദൈവശക്തി കണക്റ്റാകും, അത് നിങ്ങളെ സൗഖ്യമാക്കും. ഓ യേശുവിന്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ജീസസ്. ആമേൻ. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന്, അപ്പൊ കർത്താവിൻ്റെ വചനം ശക്തി വെളിപ്പെടണം. അതോടൊപ്പം അതെന്ത് ചെയ്യണം? പരക്കണം. എവിടെ പരക്കണം? ദേശത്തിൽ പരക്കണം. ആമേൻ. ആമേൻ. ദൈവവചനം മാത്രം പോരാ, അതിനോടൊപ്പം ശക്തി വെളിപ്പെടണം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ വചനമുണ്ട്, സത്യമാ, പക്ഷെ ശക്തിയില്ല. ആമേൻ. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, ദൈവരാജ്യം എന്ന് പറയുന്നത് വചനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനോടൊപ്പം ദൈവശക്തിയും കൂടെ വെളിപ്പെടും. ആമേൻ. അങ്ങനെ ദൈവശക്തിയും കൂടെ വെളിപ്പെട്ടാൽ ഈ വചനമാണ് ദേശത്ത് പരക്കുന്നത്. എങ്ങനെയാ? കേവലം വചനമായിട്ടിരിക്കുന്നതല്ല, വചനത്തിനോടൊപ്പം ശക്തിയും കൂടെ ചേർന്ന് വരുന്ന വചനമാണ് ദേശത്തിൽ പരക്കുന്നത്. ആമേൻ. ആമേൻ. അങ്ങനെ ദേശത്തിൽ പരന്നാൽ മാത്രമേ കർത്താവിൻ്റെ വചനം ദേശത്തിൽ പ്രബലപ്പെടുകയുള്ളൂ. ആമേൻ. സഭ ദേശത്തിൽ പ്രബലപ്പെടണോ? ദൈവജനം ദേശത്തിൽ പ്രബലപ്പെടണമോ? ഒറ്റ കാര്യം, വചനത്തിനോടൊപ്പം ശക്തിയും കൂടെ വെളിപ്പെടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ വായിച്ചാട്ടെ, അതിൻ്റെ 19:8 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചിട്ടും എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദൂഷിച്ചു. ആമേൻ. ഇനി എന്നെ കേൾക്കണം. ഇനി ആ വചനത്തിനകത്തേക്ക് പോവുകയാണ്. ഇനി വളരെയധികം ശ്രദ്ധിക്കണം. ഈ ടൈമിൽ കേരളത്തിനകത്ത് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കഴിഞ്ഞ രാത്രി മുതൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ആ സന്ദേശത്തെയാണ് ഞാൻ ഇന്ന് പകലിൽ ആത്മാവിൽ സഭയോട്, ദേശങ്ങളോട്, ആമേൻ, ഇന്ന് ഞങ്ങൾ ഓൺലൈനിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരോട് കൈമാറുന്നത്. ആമേൻ. നോക്കിയേ, അപ്പോസ്തലനായ പൗലോസിനോട് ഒരു സമയം ആസ്യ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വിലക്കി. ആമേൻ. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്ത് ചെയ്തു? വിലക്കി. ആ വിലക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ അവിടെ പ്രസംഗിക്കണ്ട. ഹല്ലേലൂയ. ഇപ്പോൾ എന്ത് ചെയ്യണ്ട? പ്രസംഗിക്കണ്ട. പക്ഷെ അടുത്ത വചനത്തിൽ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ്, ഈ മനുഷ്യനെ ദൈവാത്മാവ് ഈ ആസ്യയിലോട്ട് അയച്ചു. ആമേൻ. ഒരു ടൈമിൽ വിലക്കി, അടുത്ത സമയത്ത് പറയാ, ഇപ്പോൾ നീ പോയി പ്രസംഗിച്ചോ. ആമേൻ. ഒരു സമയത്ത് പൗലോസിന്റെ മുകളിൽ നിയോഗമില്ലായിരുന്നു, എന്നാൽ അടുത്തൊരു സമയത്ത് പൗലോസിന്റെ മുകളിൽ നിയോഗം വരിക, പരിശുദ്ധാത്മാവ് പറഞ്ഞു പ്രസംഗിച്ചോ. ആമേൻ. അങ്ങനെ നിയോഗത്തോടുകൂടെ അവൻ പള്ളിയിൽ ചെന്നു. എവിടെയാ? ആസ്യയിലെ പള്ളിയിൽ ചെന്ന്, ആമേൻ, അവിടെ ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ടിരുന്നു. ആമേൻ. 1, ദൈവ നിയോഗമുണ്ട്. 2, ദൈവ നിയോഗമുള്ള പ്ലേസിലാണ് താൻ നിൽക്കുന്നത്. ആമേൻ. 1, ദൈവ നിയോഗമുണ്ട്. 2, ദൈവ നിയോഗമുള്ള പ്ലേസിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട്
താൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. പക്ഷെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വചനം പറയുക, ദൈവ നിയോഗമുണ്ടായിരുന്നിട്ടും ദൈവാത്മാവ് നയിച്ചിട്ടും ആമേൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടും ആ ശുശ്രൂഷയെ ചിലർ ബ്ലോക്ക് ചെയ്തു. പിടികിട്ടിയോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നിയോഗം തന്നിട്ടൊരു പ്ലേസിനകത്തേക്ക് പോയി. ദൈവാത്മാവ് നിയോഗം തന്നിട്ട് ആ പ്ലേസിൽ പോയി സുവിശേഷം പറയുക. പക്ഷെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് കൂടെ ഉണ്ടായിട്ടും ദൈവ നിയോഗമുണ്ടായിരുന്നിട്ടും ആമേൻ 3 മാസത്തോളം കണ്ടിന്യൂ ആയിട്ട് പ്രസംഗിച്ചു കൊണ്ടിരുന്നിട്ടും ആമേൻ ഈ പ്രസംഗത്തെ ചിലർ എതിർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 മാസത്തോളം പ്രസംഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടില്ല. ആമേൻ. 3 മാസം ദൈവ നിയോഗത്തോടെയും ദൈവാത്മാവിലും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് ഒരു ചലനവും ഉണ്ടായില്ല. ആമേൻ. ചില വ്യക്തികൾ എന്ത് ചെയ്തു? എതിർത്തു നിന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അടുത്ത വചനം പറയുകയാണ്, അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു, തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സംവാദിച്ചു പോന്നു. ആമേൻ, ആമേൻ, ആമേൻ. ദൈവനിയോഗം പറഞ്ഞ, ദൈവനിയോഗത്താൽ കടന്നു വന്ന ദൈവാത്മ നിറവിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച അഭിഷക്തനെ ഒരു 3 മാസം ചിലർ തടഞ്ഞു വെച്ചു. ഹല്ലേലൂയ. ചിലർ തടഞ്ഞു വെച്ചു. അവൻ പറഞ്ഞ പ്രസംഗത്തിനോട് എതിർത്തു നിന്നു. ഹല്ലേലൂയ. പിടികിട്ടിയോ? അവൻ പറഞ്ഞ പ്രസംഗത്തോട് ആ ദേശം എതിർത്തു നിന്നു. എന്നാൽ അടുത്ത വചനത്തിൽ കാണുകയാണ്, അവനെ എതിർത്തു നിന്ന അതേ പ്ലേസിൽ ദൈവം ഒരു ന്യൂ ഓപ്പണിംഗ് നൽകുകയാണ്. തുറന്നോസിന്റെ പാഠശാലയെ തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില സഭകളോട്, ചില അഭിഷക്തന്മാരോട് ദൂതറിയിക്കുന്നു. നിന്നെ ദൈവ നിയോഗത്തോടെ അയച്ച ചില പ്ലേസിൽ നീ ദൈവാത്മ നിയോഗത്തോടെ നീ ശുശ്രൂഷിച്ചിട്ടും ആ ശുശ്രൂഷകളെയും ആ മെസ്സേജിനെ തടഞ്ഞ ഒരു ആത്മമണ്ഡലമുണ്ട്. എന്നാൽ അടുത്തൊരു സീസൺ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. അവിടെ നിനക്ക് തുറന്നോസിന്റെ പാഠശാല പോലെ ചില ഓപ്പണിങ്ങുകൾ തുറന്നു വരികയാണ്. Praise the Lord, praise the Lord, hallelujah, hallelujah, hallelujah. യഹൂദ പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ പ്രസംഗത്തെ ചിലർ തടഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയൊരു തുടക്കം. 3 മാസം കഴിഞ്ഞപ്പോൾ 3 മാസം ശത്രുവിന് തടയാൻ കഴിഞ്ഞു. എന്നാൽ 3 മാസത്തിനപ്പുറം അവന് തടയാൻ കഴിയാതെ തുറന്നോസുമാരുടെ പാഠശാലകൾ തുറന്നു വരികയാണ്. നിന്നെ തടഞ്ഞ അതേ പ്ലേസിൽ, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാതെ വണ്ണം നിന്നെ തടഞ്ഞ അതേ പ്ലേസിൽ നിനക്ക് വേണ്ടി പുതിയ തുടക്കങ്ങൾ തുറന്നു വരികയാണ്. ഓ ഷാഖറബയതലമ റംസയലമ കശതല. ഹല്ലേലൂയ. ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുകയാണ്. ഓൺലൈനിൽ ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അഭിഷക്തന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. കഴിഞ്ഞ 3 മാസം നിന്റെ വെളിപ്പാടുകളെ തുറന്നു വിടുവാൻ കഴിയാതെ, നിന്റെ അകത്തു നിക്ഷേപിച്ച ശുശ്രൂഷകളെ ഒന്ന് വെളിപ്പെടുത്താൻ കഴിയാതെ, വെളിപ്പെടുത്തുമ്പോഴൊക്കെയും നിന്നെ തടഞ്ഞുകൊണ്ടിരുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. എന്നാൽ അതേ പ്ലേസിൽ, അതേ ഇടത്ത് നിനക്ക് വേണ്ടി തുറന്നോസുമാരുടെ പാഠശാലകൾ തുറക്കപ്പെടുകയാണ്. Praise the Lord, hallelujah, ഹല്ലേലൂയ. ചില അഭിഷക്തന്മാരോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുന്നു, ഈ സീസണിൽ കർത്താവ് നിങ്ങളുടെ അകത്ത് ദൈവം നിക്ഷേപിച്ച വെളിപ്പാടുകളെയും ദർശനങ്ങളെയും ദേശത്തിനകത്ത് വെളിപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ കരങ്ങളിൽ ചില മിനിസ്ട്രികളെ തരാൻ പോകുന്നു. ചില സഭകളെ നിങ്ങളുടെ കരങ്ങളിൽ തരാൻ പോകുന്നു.
ചില ചില ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള വേദികൾ ഓപ്പൺ ആകാൻ പോകുന്നെന്ന്. കഴിഞ്ഞ ഒരു സീസണിനകത്ത് നിന്നെ തടഞ്ഞ അതേ പ്ലേസിനകത്ത് നിന്നെ ഏത് ദേശമാ തടഞ്ഞത്? നിയോഗമുണ്ടായിരുന്നിട്ടും നിയോഗത്തിൽ എത്തപ്പെട്ടിട്ടും നിയോഗത്തിൽ ശുശ്രൂഷിച്ചിട്ടും നിന്നെ തടഞ്ഞ അതേ പ്ലേസിൽ മറ്റൊരു ഉറവ നിനക്ക് വേണ്ടി സ്വർഗം തുറന്നു തരാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില അഭിഷക്തന്മാരുടെ കരങ്ങളിൽ ചില മിനിസ്ട്രീസ് തുറക്കാൻ പോകുന്നു. ഒന്നും കൂടെ പറയാം, ചില സഭകൾ പോലെ നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് ചില തരാൻ പോവുകയാണ്. സ്വന്തമായി ചില തരാൻ പോവുകയാണ്. ആ സഭ മുഖാന്തരം നിങ്ങൾ നിങ്ങളുടെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന വെളിപ്പാടുകളെ സഭയ്ക്കകത്തേക്ക്, വ്യക്തികളിലേക്ക്, ദേശങ്ങളിലേക്ക് നിങ്ങൾ ചലിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഒന്നും കൂടെ പറയാം. അച്ഛാ 3 മാസം തടഞ്ഞു. 3 മാസം പറഞ്ഞേ. 3 മാസം പറ. 3 മാസം പറഞ്ഞു. നമ്മളെ തടഞ്ഞ ഏരിയ പറഞ്ഞു. 3 മാസം തടഞ്ഞു. മരിച്ചു, അടക്കപ്പെട്ടു. മരണഭാഷങ്ങൾ പിടിച്ചു വെച്ചു. ആമേൻ. 3 ദിവസം മരണങ്ങൾ പിടിച്ചു വെച്ചു. എന്നാൽ 3-ാം ദിവസം വെക്കാൻ കഴിയാതെ മരണഭാഷകൾ പറഞ്ഞു. ഇനി അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യം. ഈ സീസൺ നിന്നെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമാണ്. നിന്റെ മിനിസ്ട്രിയെ തടഞ്ഞു വെക്കുന്നത് അസാധ്യമാണ്. നിന്റെ ശുശ്രൂഷകളെ തടഞ്ഞു വെക്കുന്നത് അസാധ്യമാണെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. എത്ര മാസാ തടഞ്ഞു വെച്ചേ? പ്രൈസ് ദി ലോർഡ്. എത്ര മാസാ? എന്നാൽ 3 മാസം തടഞ്ഞതിനപ്പുറം ദൈവം തുറന്നോസിന്റെ പാഠശാല പൗലോസിനായി തുറന്നു കൊടുത്തു. പക്ഷേ പൗലോസിനായി ദൈവം തുറന്നു കൊടുത്തപ്പോൾ 3 മാസം തടഞ്ഞെടുത്ത് 2 വർഷത്തേക്ക് അൺസ്റ്റോപ്പബിൾ ഒരു മൂവിംഗ് നിന്നെ തടഞ്ഞതൊരു ഷോർട്ട് ടൈമാ. എന്നാൽ നിന്നെ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മൂവ് ചെയ്യേണ്ടതിന് ഒരു ലോങ് ടൈം, ഒരു പീക്ക് ടൈം ദൈവാത്മാവ് തുറക്കുകയാണ്. പിശാച് കുറച്ച് ടൈമിലേക്ക് തടയുള്ളൂ കേട്ടോ. പക്ഷെ ദൈവം തുറന്നാൽ അത് ലോങ് ടൈമിലേക്ക്. കേരളത്തിന്റെ മണ്ണിൽ കർത്താവ് നൽകിയ വെളിപ്പാടുകളെയും ദർശനങ്ങളെയും തുറക്കാൻ കഴിയാതെ വേണം തടഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആത്മമണ്ഡലങ്ങൾ അടയപ്പെടാൻ പോവുകയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ 3 മാസം നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞു. എന്നാൽ സ്വർഗം അടുത്തൊരു ഓപ്പണിംഗ് നീണ്ട വർഷത്തേക്ക് ഇതേ വെളിപ്പാടുകളെ കൈമാറാ. Praise the Lord. Praise the Lord. Amen. Praise the Lord. 3 മാസം താൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. Amen. 3 മാസം പ്രസംഗിച്ചു കൊണ്ടിരുന്ന അച്ഛാ. 3 മാസം പ്രസംഗത്തിനകത്ത് പലരും വന്ന് തടഞ്ഞു. പൈശാചിക മണ്ഡലങ്ങളും മാനുഷിക തലങ്ങളും ശുശ്രൂഷകളെ തടഞ്ഞു. വെളിപ്പാടുകളെ തടഞ്ഞു. അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ തടഞ്ഞു. എന്നാൽ അടുത്ത വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അടുത്തത് ദൈവം തുറന്നോസിന്റെ പാഠശാല തുറന്നു കൊടുത്തപ്പോൾ
3 മാസം തടഞ്ഞെടുത്ത് 2 വർഷത്തോളം മൂവിങ് ഉണ്ടായി. 2 വർഷത്തോളം ചില അഭിഷക്തന്മാരോട്, ദൈവജനത്തോട്, സഭയോട് ദൂതറിയിക്കുന്നു, നിങ്ങളെ കഴിഞ്ഞ സീസണിൽ തടഞ്ഞ അതേ പ്രദേശത്ത് ദൈവം പുതിയ വാതിലുകൾ തുറന്ന് നിന്നെ ഒരു ലോങ് ടൈമിലേക്ക് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു മൂവിങ്ങിനെ തരാൻ പോകുന്നു. Praise the Lord. ആമേൻ. ഇനി അടുത്തൊരു കാര്യം, അടുത്തൊരു തലം. ആമേൻ, ആമേൻ. എന്നെ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. കേട്ടോണേ. റസീമാന 3 മാസം തടഞ്ഞു. 2 വർഷം തുറന്നോസിന്റെ പാഠശാല തുറക്കപ്പെട്ടു. പക്ഷെ അവിടെ എഴുതി വെച്ചേക്കുന്ന നിങ്ങൾക്ക് വായിക്കണോ, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിച്ചു. ഓ ഹല്ലേലൂയ. 3 മാസം പ്രസംഗം മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ 3 മാസം അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെ ഷെയർ ചെയ്തപ്പോൾ പലരും തടഞ്ഞു. എന്നാൽ തടയാൻ കഴിയാതെ വണ്ണം 2 വർഷത്തേക്ക് എന്താണോ പ്രസംഗിച്ചത് അതിൻ്റെ മാനിഫെസ്റ്റേഷൻ കൂടെ സ്വർഗം തുറന്നു കൊടുക്കുകയാണ്. സഭ റെഡിയായിക്കോ, അഭിഷക്തന്മാരെ റെഡിയായിക്കോ. കേരളത്തിന്റെ മണ്ണിൽ നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന വെളിപ്പാടുകളെ കഴിഞ്ഞ സീസണിൽ തടഞ്ഞെങ്കിൽ നെക്സ്റ്റ് സീസൺ തുടങ്ങുകയാണ്. ആ സീസണിൽ നീ പ്രസംഗിക്കുക മാത്രമല്ല, പ്രസംഗിച്ചതെന്താണോ അത് മാനിഫെസ്റ്റ് ആകാൻ പോവുകയാണ്. ചില നിമിഷങ്ങളിൽ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ടിരുന്നാട്ടെ. എന്തിനാ ഇത് തുറക്കപ്പെടുന്നതെന്ന് അറിയാമോ? ഞാൻ ആ ഒരു തലത്തിലേക്ക് വരാം. ഇത് കേരളത്തിലെ സഭയോടുള്ള ദൂതാ കേട്ടോ. കേരളത്തിലെ സഭകളോടുള്ള ദൂതാ. കേരളത്തിൽ ദൈവരാജ്യവുമായി ദൈവനിയോഗത്തോടെ ദൈവാത്മ അഭിഷേകത്തോടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിനെ തടയുന്ന പല മാനുഷിക മണ്ഡലങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുകയാണ്, ആ മാനുഷിക തലങ്ങളെ ഈ സീസണിൽ സ്വർഗം അടച്ചിട്ട് ദൈവരാജ്യത്തിൻ്റെ വചനവുമായി ദൈവാത്മ നിയോഗത്തോടെ ദൈവശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുന്ന അഭിഷക്തന്മാർക്ക് വേണ്ടി പുതിയ തുടക്കങ്ങൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. അച്ഛാ, തടയാതിരുന്നെങ്കിൽ ഒരൊറ്റ വേടാ കേരളത്തിനോടുള്ള കേട്ടോ. ഇത് നമ്മൾ കാണാൻ പോവുക. ഇത് പ്രവചിച്ച് ചുമ്മാ വിടുകയല്ല. കർത്താവ് എന്നോട് ദീർഘമായി ഇടപെട്ട ഒരു വേടായത്. ഈ വേട് ഇവർ തടഞ്ഞില്ലായിരുന്നെങ്കിൽ സാധാരണ വീര്യപ്രവൃത്തികളെ കാണായിരുന്നു. അവിടെയോ ഇവിടെയോ ആരെങ്കിലുമൊക്കെ ഒന്ന് സൗഖ്യമാകുള്ളായിരുന്നു. അവിടെയോ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങളെ നടക്കുകയുള്ളൂ. ഇന്ന ചർച്ചിൽ ഒരു സംഭവം നടക്കും, അതിനപ്പുറം വേറെ ഒന്നും നടക്കത്തില്ല. പക്ഷെ ഇവർ തടഞ്ഞതുകൊണ്ട് മാത്രം കർത്താവിൻ്റെ വചനം പറയുന്നു, അസാധാരണമായ വീര്യപ്രവർത്തികൾ. കുറച്ചു മുമ്പ് അഭിഷക്തയിൽ കൂടെ കേട്ട അതേ ദൈവശബ്ദം ഇന്നലെ എൻ്റെ ചെവിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടായിരുന്നു. കൂട്ടമായി മരിച്ചവർ കേരളത്തിൻ്റെ മണ്ണിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ശുശ്രൂഷ സഭയ്ക്കകത്ത് ദൈവം ചെയ്യാൻ പോകുന്നെന്ന്. ഓ ജീസസ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, രോഗികൾ കൂട്ടത്തോടെ സൗഖ്യം പ്രാപിക്കും, ഭൂതങ്ങൾ ഭൂതശാന്തിയുടെ ശുശ്രൂഷകൾ നടക്കും. തടയാൻ പറ്റത്തില്ല. ഇത് മാനിഫെസ്റ്റേഷനും കൂടെ ഉള്ളതാ. മാനിഫെസ്റ്റേഷൻ വന്നപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും നോക്കിക്കൊണ്ട് ആമേൻ പുരോഹിതന്മാർ പറഞ്ഞു, ഇവർ പരസ്യമായി ഇത് ചെയ്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സഭ പരസ്യമായി ചിലത് ചെയ്യാൻ പോവുകയാണ്. അസാധാരണമായ വീര്യപ്രവൃത്തികൾ. ഹല്ലേലൂയ. ജീസസ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് എന്താണെന്നറിയാം? അവൻ്റെ മെയ്മേൽ നിന്ന് എന്ത് കൊണ്ടുവന്നെന്ന്? ഉത്തരീയവും. ആമേൻ. പണ്ട് നമ്മൾ ഇത് കേട്ടോണ്ടിരുന്നത് എവിടെയാ? ഏലിയാവിൻ്റെ കാലഘട്ടത്തിലല്ലേ? ആമേൻ. അവൻ്റെ മേൽ കിടന്ന പുതപ്പ് ഇവൻ്റെ മേലിട്ടപ്പോൾ അഭിഷേകം പകർന്നല്ലേ?
എന്നാൽ ഇവിടെ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചിക്കുന്നെന്ന്. ഏലിയാവിൻ്റെ കാലത്ത് നടന്ന ആ ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല. അതുപോലുള്ള ശുശ്രൂഷകൾ ഈ സീസണിൽ സഭയ്ക്കകത്ത് സ്വർഗം തുറക്കാൻ പോവുകയാണ്. ഓ ജീസസ്. പൗലോസേ, നിന്റെ പ്രസൻസ് അവിടെ വേണ്ട. പൗലോസേ, നിന്റെ പ്രസൻസ് വേണ്ട. പൗലോസേ, നീ ഇട്ട ഒരു ടവല് മതി. ഇത് രോഗികളുടെ മേൽ ഇടുമ്പോൾ നീ സൗഖ്യം പ്രാപിക്കുകയാണ്. ഓ, ആരാ വിശ്വസിക്കുന്നേ? ആരാ സ്വീകരിക്കുന്നേ? ഓ, ഇതിനെ ആർക്കാ തടയാൻ കഴിയുന്നേ? അങ്ങനെ ഒരു ആത്മതലം കേരളത്തിന്റെ മുകളിൽ സ്വർഗം തുറക്കാൻ പോവുകയാ. ഓ റാസാറ്റാലാമ. ആത്മാവ് ചില നിമിഷങ്ങളിൽ അന്യഭാഷകളിൽ കരങ്ങളെ തട്ടി ആരാധിച്ചാട്ടം. ഇത് മനുഷ്യനെ കൊണ്ട് തടയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് മനുഷ്യനെ കൊണ്ട് തടയാൻ പറ്റത്തില്ല. വചനം പറയുന്നു, ഈ ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ലോകത്തിന്റെ അറ്റത്തോളം മാഹാത്മ്യം കിടന്ന അർത്തമീസിന് പോലും തടയാൻ കഴിഞ്ഞില്ലെന്ന്. ഓ ജീസസ്. കേരളത്തിന്റെ മണ്ണിൽ സ്വർഗം ഇതുപോലുള്ള ശുശ്രൂഷകൾ സ്വർഗം തുറന്നു കൊടുക്കാൻ പോവുകയാണ്. അഭിഷക്തന്മാരെ റെഡിയായിക്കോ, സഭയെ റെഡിയായിക്കോ, ദൈവജനമേ റെഡിയായിക്കോ. പ്രസംഗത്തിന്റെ സീസൺ കഴിഞ്ഞു കേട്ടോ. പ്രസംഗിച്ചുകൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് കൊല്ലുന്ന ശുശ്രൂഷ തീർന്നു കേട്ടോ. കേരളത്തിന്റെ മണ്ണിൽ ഇനി തേജസിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുക. അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ പുതുക്കത്തിലുള്ള തേജസ്സിൽ നിന്ന് തേജസ്സിലേക്കുള്ള ശുശ്രൂഷകൾ. ആമേ. വചനമോ പറയുന്നേ, വചനത്തിൽ കൂടെ ദൈവാത്മാവ് ഇടപെടുന്നേ. നിന്റെ പ്രസൻസ് വേണ്ട അഭിഷേകനെ. നിന്റെ പ്രസൻസ് ആ രോഗിയെ സൗഖ്യമാക്കാൻ വേണ്ടെന്ന്. സാധാരണ വീര്യപ്രവൃത്തികളാണെങ്കിൽ നിന്റെ പ്രസൻസ് അവിടെ വേണം. പക്ഷെ അസാധാരണ വീര്യപ്രവൃത്തിയുടെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ അവിടെ ആ മനുഷ്യന്റെ പ്രസൻസ് വേണ്ട. പകരം അവന്റെ തോളിൽ കിടക്കുന്ന ഒരു റൂമാൽ മതി. ഇതാരാ പിടിക്കുന്നേ? അവൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു പേന മതിയെന്ന്. ഞാൻ നിങ്ങളോട് ആത്മീക സത്യം പറയാം. ഒരു ആത്മീക സത്യം പറയാം. മോശ അതുവരെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ കയ്യിൽ എന്തുണ്ടായിരുന്നു? എന്തുണ്ടായിരുന്നു? പറഞ്ഞേ വടി ഉണ്ടായിരുന്നു. ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവർ, മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. എന്നെ കേൾക്കണം കേട്ടോ, കേൾക്കണം. മോശയുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? വടി ഉണ്ടായിരുന്നു. ഈ വടിയുമായിട്ട് താൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് ചെന്നു. അവിടെ വെച്ച് മുൾച്ചെടിക്കകത്ത് ആ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി നിന്നു, ദൈവം ഇറങ്ങി നിന്നു. ആ എൻകൗണ്ടറിനകത്ത് മോശയോട് പറഞ്ഞു, മോശെ നീ മാത്രം വീണാ പോരാ, നിന്റെ വടിയും കൂടെ ഒന്ന് നിലത്തിട്. പിടികിട്ടുന്നുണ്ടോ? നീ മാത്രം നിലത്ത് വീണാ പോരാ, നിന്റെ വടി ഒന്ന് നിലത്തിട. മോശയുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ അത് മോശയുടെ വടിയായിരുന്നു. എന്നാൽ എപ്പോൾ മോശയുടെ കയ്യിൽ നിന്ന് ആ വടി ദൈവ തേജസ്സിന്റെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞോ, അടുത്ത വചനം പറയുന്നു, അത് ദൈവത്തിന്റെ വടിയായി മാറി. തേജസ്സുമായി എൻകൗണ്ടർ ഉണ്ടായ നിന്റെ വസ്ത്രം പോലും ദൈവത്തിന്റെ വസ്ത്രമായി. ആർക്കാ തടയാൻ പറ്റുന്നേ? ആർക്കാ ഒതുക്കാൻ പറ്റുന്നേ?
രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. സഭയ്ക്കകത്ത് ദൈവവചനം ശക്തിയോടെ പരന്ന് ദേശത്തിൽ പ്രബലപ്പെടണം. അത് ദൈവത്തിന്റെ നിയോഗമാണ്. അതിനെ തടയാൻ ഒരു മാനുഷിക കരങ്ങൾക്കും കഴിയത്തില്ല. ഈ സീസണിൽ പ്രസംഗം മാത്രമല്ല, പ്രവചനം മാത്രമല്ല, പ്രസംഗം എന്തു പ്രസംഗിച്ചോ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, എന്തു പ്രവചിച്ചോ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, എന്തു പ്രാർത്ഥിച്ചോ അതിൻ്റെ മാനിഫെസ്റ്റേഷൻ, ഡിവൈൻ മാനിഫെസ്റ്റേഷൻ. ഓ ജീസസ്. ആമേൻ. അഭിഷക്തന്മാരുടെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനകത്ത് പോലും നിങ്ങളുടെ അഭിഷേകം ഒഴുകിയിറങ്ങാൻ പോവുക. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചു. ഓ, എന്താ വസ്ത്രത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? വസ്ത്രത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ വസ്ത്രം കയറിയത് സാധാരണ ഒരു കാര്യത്തിനകത്തേക്കല്ല, തേജസ്സിനകത്തേക്കാണ്. മന്ന എത്ര നേരം ഇരിക്കും അച്ഛാ? ദൈവം നൽകിയ മന്ന എത്ര നേരം ഇരിക്കും? കുറച്ച് ടൈമിലേക്കല്ലേ ഇരിക്കൂ. പക്ഷെ വചനം പറയുന്നു ദൈവത്തിൻ്റെ മന്ന നിയമപ്പെട്ടകത്തിനകത്ത് സൂക്ഷിച്ചെന്ന്. കാരണം എന്താണെന്നറിയാമോ? നിയമപ്പെട്ടകത്തിനകത്ത് ഇത് പഴകിപ്പോയില്ല, നിയമപ്പെട്ടകത്തിനകത്ത് ഇത് പുഴുകേറിയില്ല. കാരണം നിയമപ്പെട്ടകം തേജസ് വഹിക്കുന്നതാണ്. തേജസ് വഹിക്കുന്ന തലത്തിനകത്ത് നിന്റെ വസ്ത്രം എന്ന് കയറിയ അത് പഴകിപ്പോകത്തില്ലെന്നാ. അതിനകത്ത് അഭിഷേകം ചലിക്കുന്ന ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു. വചനം പറയുന്നു അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. കാരണം എന്താ പറയുക? അവർ നടക്കുന്നത് സാധാരണ ഒരു കാര്യത്തിനകത്തല്ല, അവർ സഞ്ചരിക്കുന്ന ദൈവ തേജസ്സിനകത്താണ്. ഈ സീസൺ കേരളത്തിലെ ദൈവസഭയെ നിങ്ങൾ ദൈവ തേജസ്സിനെ കാണാൻ പോവുകയാണ്. ദൈവ തേജസ് സഭയ്ക്കകത്ത് ഇറങ്ങി നിൽക്കാൻ പോവുകയാണ്. ഓ ജീസസ്. Praise the Lord. Hallelujah. നിന്റെ വസ്ത്രം, നീ എഴുതുന്ന പേന, നിന്റെ ബുക്ക് പോലും, എന്താ നീ ഉപയോഗിക്കുന്ന കാര്യം, നീയുമായിട്ട് ദൈവിക തേജസ്സിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ചുമ്മാതല്ല പറയുന്നേ, നീ ഉപയോഗിക്കുന്ന വസ്ത്രം ആ ദൈവ തേജസ്സുമായി ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അഭിഷേകം ചലിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ചുമ്മാ ഇട്ടോണ്ട് നടക്കുന്ന ഡ്രസ്സിനകത്തല്ല കേട്ടോ അഭിഷേകം ചലിക്കുന്നത്. ദൈവ തേജസ്സുമായി എൻകൗണ്ടർ ഉണ്ടായ നിന്റെ ടവലിനകത്ത് പോലും ദൈവ ശക്തി വ്യാപരിക്കുന്ന. Praise the Lord. Hallelujah. Praise the Lord. Amen. എന്നാൽ അടുത്ത വചനം പറയുകയാണ്, കേരളത്തിലെ അടുത്ത തലത്തെ കർത്താവ് തുറക്കുകയാണ്. അടുത്ത ഏരിയ കർത്താവ് തൊടുന്നത് ഇതാണ്. ആമേ ആമേ. ദൈവരാജ്യത്തിൻ്റെ നിയോഗത്തോടെ ദൈവാത്മാ ശക്തിയോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന പൗലോസിനെ ഒരു ടൈമിലൊന്ന് തടഞ്ഞു. പക്ഷെ തടഞ്ഞ ഇടത്ത് ദൈവം പുതിയതൊന്ന് തുറന്ന് 2 ഇയേഴ്സിലേക്ക് 2 വർഷത്തേക്ക് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു മൂവിങ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. മൂവിങ് കൊടുത്തു. അതിനകത്ത് അസാധാരണമായ വീര്യപ്രവർത്തികളോട് കൂടെയുള്ള മൂവിങ്. സഭ റെഡി ആയിക്കോണം. പ്രസംഗം മാത്രമല്ല, മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ പോവുകയാണ്. നീ മരിച്ചവരെ കുറിച്ച് പ്രസംഗിക്കുന്ന ആ പ്രസംഗത്തിനകത്ത് തന്നെ യൂത്തിക്കോസുമാർ എഴുന്നേറ്റ് വരും. ഓ, നീ പ്രസംഗിച്ച് കഴിയുമ്പോൾ അവൻ മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും അവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്ന തബീതമാരെ നീ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. ആമേൻ. നീ തബീതമാരെ എഴുന്നേൽപ്പിക്കുന്നേ. കർത്താവ് എന്തിനാ വിളിച്ചേ?
അറിവ് പറയാൻ വേണ്ടിയാണോ? അല്ല. കൊരിന്ത്യ സഭയോട് പറഞ്ഞു, കൊരിന്ത്യ സഭയെ, നിങ്ങൾ അക്ഷരത്തിന്റെ വഴക്കത്തിൽ പോകല്ലേ, നിങ്ങൾ ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവ തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യ. അതിനകത്ത് നിങ്ങൾ കാണുന്നത് അസാധാരണമായത്, മഹത്വകരമായത് നിങ്ങൾ കാണും. Praise the Lord. ആമേൻ. തടഞ്ഞവരെ ദൈവം തടയും. മനുഷ്യൻ തടഞ്ഞെന്നല്ല, ദൈവം തടയും. അതുകൊണ്ട് ആദ്യം പറഞ്ഞ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. Praise the Lord. അടുത്തത്, അവരുടെ റൂമാല് കൊണ്ടിട്ടപ്പോൾ, ഉത്തരീയം കൊണ്ടിട്ടപ്പോൾ വ്യാധികളെല്ലാം വിട്ടുമാറി, ദുരാത്മാക്കൾ പുറത്തുപോയി. അടുത്തത്, രോഗികളുടെ മേൽ അത് കൊണ്ടുവന്നിട്ടപ്പോൾ രോഗികളും സൗഖ്യമായി. ഈ സീസണിൽ ഹീലിംഗ്, ഡെലിവറൻസ് മിനിസ്ട്രിക്ക് വേണ്ടി സഭ റെഡിയാകണം. ആമേൻ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മിനിസ്ട്രിക്ക് വേണ്ടി സഭ, അഭിഷക്തന്മാർ റെഡിയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വചനം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഇതാ അടുത്തത് സഭ മുഖാന്തരം സംഭവിക്കാൻ പോകുന്ന ദേശത്തിൽ. ആമേൻ. 1, ഫസ്റ്റ് സഭയ്ക്കകത്ത് നടന്നതാണ്. 2, സഭ ദേശത്തിൽ ചെയ്യാൻ പോകുന്ന ചില പ്രവൃത്തികൾ എന്താണെന്നറിയാമോ? ആമേൻ. ആമേൻ. ഈ മൂവിങ് ഉണ്ടാകുന്നത് വരെ ആ ദേശത്തിൽ പല മന്ത്രവാദികളുണ്ടായിരുന്നു, പല ആഭിചാരകന്മാരുണ്ടായിരുന്നു, പല ദുഷ്കർമ്മം ചെയ്യുന്നവരുണ്ടായിരുന്നു അച്ഛാ. പക്ഷെ അവരുടെ എല്ലാം പ്രവർത്തികൾ അങ്ങ് എന്ത് ചെയ്തു? വിജയിച്ചെന്ന്. ഹല്ലേലൂയ. അതുവരെ മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏൽക്കുമെന്ന്. പിടികിട്ടുന്നോ? അതുവരെ ആഭിചാരം ചെയ്ത ഏൽക്കുമെന്ന്. അതുവരെ അവർ ചെയ്ത എല്ലാ പ്രവർത്തികളിലും അവരൊരു വിജയം കണ്ടെന്ന്. എന്നാൽ പൗലോസിനെ നിയോഗത്തോടെ അയച്ച് ആമേൻ തടയപ്പെട്ട ഏരിയയിൽ പുതിയ ഒരു തുടക്കത്തെ നൽകി. താൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നു, അതുവരെ ദേശത്തിനകത്ത് ദുരാത്മാവ് കൊണ്ട് ദൈവത്തിന് എതിരായി, ദൈവരാജ്യത്തിനെതിരായി, ആമേൻ ആമേൻ, ദേശത്തിനെതിരായി, തലമുറകൾക്കെതിരായി, ആമേൻ ആമേൻ, വ്യക്തികൾക്കെതിരെ ആഭിചാരം ചെയ്തുകൊണ്ടിരുന്ന, മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന, ദുഷ്കർമ്മം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് പിന്നെ ചലിക്കാൻ കഴിഞ്ഞില്ലെന്ന്. പിടികിട്ടിയോ? എന്തിനാണെന്നറിയാമോ? സഭയ്ക്കകത്ത് ഈ മാനിഫെസ്റ്റേഷൻ നടത്തുന്നത് ദേശത്തിനകത്ത് നടക്കുന്ന അൺഗോഡ്ലി ആയിട്ടുള്ള ചില ആക്ടുകളെ നിർത്താനാണ്. പിടികിട്ടുന്നുണ്ടോ? ഒന്നും കൂടെ പറയാം, ദൈവീകമല്ലാത്ത ദേശത്തിനകത്ത് നടക്കുന്ന ചില പ്രവർത്തികളെ നിർത്തലാക്കാൻ വേണ്ടി. Praise the Lord. Praise the Lord. Praise the Lord. ഈ സീസണിൽ ഇതുപോലെ ആഭിചാരകന്മാർ, മന്ത്രവാദികൾ മുട്ടുകുത്താൻ പോവുകയാണ്. പിടികിട്ടുന്നോ? നോക്കിയേ, വചനം പറയുകയാണ്, അതുവരെ അവർ ഇതെല്ലാം ചെയ്തു. പക്ഷെ പൗലോസിന്റെ മിനിസ്ട്രി ഭയങ്കര മൂവിങ്ങിലേക്ക് വന്നപ്പോൾ വചനം പറയുന്നത് എന്താ? പൗലോസ് പറയുന്ന ആരുടെ നാമം? യേശുവിൻ്റെ നാമത്തെ എടുത്തു. അതിനർത്ഥം എന്താ? അതുവരെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രങ്ങളും പിന്നെ ആക്റ്റീവ് ആവുന്നില്ല. പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടെ പറയാം. അതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഹോമങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പറഞ്ഞേ. എന്താ പേടിയുണ്ടോ? പേടിക്കണ്ട. ഈ സീസണിൽ അത് നിർത്തലാക്കപ്പെടാൻ പോവാ. അങ്ങനെ ചലിക്കുന്ന
ചില ദുഷ്കർമ്മങ്ങളും അങ്ങനെയുള്ള ദുഷിച്ച ആഭിചാരങ്ങളും ദുർമന്ത്രവാദങ്ങളെയും സ്വർഗം ഈ സീസണിൽ അടച്ചു കളയാൻ പോവുകയാണ്. സഭകൾക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ, ദൈവജനത്തിനെതിരെ, ദേശത്തിനെതിരെ, രാജ്യത്തിനെതിരെ, തലമുറകൾക്കെതിരെ നടത്തുന്ന ഇതുപോലത്തെ ആഭിചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും സ്വർഗം നിർത്തലാക്കാൻ പോവുകയാണെന്ന്. അതിനാണ് ഈ സീസണിൽ അഭിഷക്തന്മാരിൽ കൂടെ ദൈവവചനവും മാനിഫെസ്റ്റേഷനും ഒരുമിപ്പിച്ച് നടത്തുന്നത്. അതുകൊണ്ടാണെന്ന് ചില ആമേൻ ചില അറിവുകൾ കൊണ്ട് വചനത്തെ തടയുന്ന ചില വ്യക്തികളെ സ്വർഗം തടയാൻ പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. 3 മാസം പ്രസംഗിച്ചപ്പോൾ സ്കേവ എന്ന മഹാപുരോഹിതന്റെ 7 മക്കൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ പുറകെ ഒരു ആത്മമണ്ഡലമുണ്ട്, ഇതിൻ്റെ പുറകെ ഒരു പൈശാചിക തലങ്ങളുണ്ട്. അതിനെ സെൻസ് ചെയ്യാത്ത ചില വ്യക്തികൾ സഭയ്ക്കകത്ത് നിന്ന് തന്നെ എഴുന്നേറ്റ് വന്നിട്ട് അറിവുകൾ കൊണ്ട്, അവർ പഠിച്ച കുറെ പഠനങ്ങൾ കൊണ്ട് ദൈവശക്തിയെയും ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയെയും ദൈവിക ഇടപെടലിനെ എന്ത് ചെയ്തു? തടഞ്ഞുകൊണ്ടിരുന്നെന്ന്. തടഞ്ഞുകൊണ്ടിരുന്നെന്ന്. ആ ടൈമിലും സ്കേവയുടെ 7 മക്കളും അവർ മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ എപ്പോൾ സ്വർഗം സഭയ്ക്കകത്ത് നിന്ന് തന്നെ എഴുന്നേറ്റ് വരുന്ന ചിലതിനെ സഭയ്ക്കകത്ത് തന്നെ ദൈവം ബ്ലോക്ക് ചെയ്തപ്പോൾ, അതിനെ അടച്ചു കളഞ്ഞപ്പോൾ, അടുത്ത വചനം പറയാ, ദേശത്തിനകത്ത് ചലിച്ചുകൊണ്ടിരുന്ന ദുരാത്മാവിൽ ചലിച്ചുകൊണ്ടിരുന്ന മന്ത്രവാദികളെ സ്വർഗം അടച്ചു. എല്ലാവരും പ്രാർത്ഥിക്കുന്ന കേൾക്കാം. പാസ്റ്ററെ, എനിക്കെതിരെ ഭയങ്കര പോരാട്ടമാ, ഭയങ്കര ആഭിചാരമാ, ഭയങ്കര പ്രശ്നമാ. എന്താ സംഭവിക്കാത്തതെന്നറിയാമോ? നിന്റെ ദേശത്തിനകത്ത് ദൈവവചനവും ശക്തിയും വെളിപ്പെടാത്തത് കൊണ്ടാണ്. മാനിഫെസ്റ്റേഷൻ സംഭവിക്കാത്തത് കൊണ്ടാണ്. പിടികിട്ടുന്നുണ്ടോ? മാനിഫെസ്റ്റേഷൻ നടക്കാത്തടത്ത് സംഭവിക്കുന്ന മറ്റൊരു കാര്യം, അൺഗോഡ്ലി ആക്ടുകൾ, ദൈവികമല്ലാത്ത ഈ വിധത്തിലുള്ള പ്രവർത്തികളുടെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാ പല ദൈവജനങ്ങളും പലയിടത്തും കുരുങ്ങിയിരിക്കുന്നത്. എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം കുരുങ്ങി കിടക്കുന്നതിൻ്റെ അവസ്ഥ എന്താ? കാരണം ദൈവരാജ്യത്തിൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല. എന്നാൽ ഈ സീസണിൽ കേരളത്തിൻ്റെ മണ്ണിൽ, കേരള സഭകൾക്കകത്ത്, വിശ്വസിക്കുന്ന സഭകൾക്കകത്ത്, അഭിഷേകത്തെ വഹിക്കുന്ന സഭകൾക്കകത്ത് ഈ വിധത്തിലുള്ള ഡിവൈൻ മാനിഫെസ്റ്റേഷൻ സംഭവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കിയേ, മാനിഫെസ്റ്റേഷൻ നടന്നപ്പോൾ അതുവരെ ദേശത്തിനകത്ത് അന്യായമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നവരുടെ എല്ലാ ചലനങ്ങളെയും സ്വർഗം നിർത്തലാക്കിയത്. അതുവരെ അവർ പറഞ്ഞിരുന്ന മന്ത്രവാദത്തിൻ്റെ വാക്കുകളും കാര്യങ്ങളുമെല്ലാം ഫലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അടുത്തൊരു മൂവിങ് പൗലോസിൻ്റെ മേൽ, നിന്റെ മേൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് മൂവ് ആകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് നടത്തില്ല. നീ രോഗികളെ സൗഖ്യമാക്കുമ്പോൾ, നീ ഭൂതത്തെ പുറത്താക്കുമ്പോൾ, നിന്നിൽ കൂടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഫിലിപ്പോസേ നീ ശമരിയയിലോട്ടൊന്ന് കയറിയുള്ളൂ. മഹതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ദുരാത്മാവിനാൽ സഞ്ചരിച്ച ചില ശീമോന്മാർക്ക് പിന്നെ ചലിക്കാൻ കഴിഞ്ഞില്ലെന്ന്.